ഇന്ന് ഞങ്ങളുടെ ഇന്ന് എൻ്റെ ചെക്കൻ വീട്ടിൽ നിൽക്കാറ് ഡ്രസ്സായിട്ട് വരിക കേട്ടോ വിഷുവായിട്ട്. ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ താവണിയാണ് അവിടെ ശരിയാക്കുന്നത് മിനിമാര്. താവണി റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. കാണിക്കട്ടെ. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കളിച്ചോണ്ടിരിക്കുക ഫോണില്. ഹലോ ബോയ്സ്, ഹായ്. എന്താ പോന്ന് അപ്പു എണീറ്റ് പോയിട്ടോ. ഞാൻ എൻ്റെ ഫാമിലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ചെറിയ പെങ്ങളാണ് അക്കുടു. അക്കു എന്തോ. ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഹായ്. ഇതെൻ്റെ ചെറിയ അമ്മ. ഇതിൻ്റെ അമ്മമ്മ. ഇതിൻ്റെ പൊന്നേച്ചി. ഇത് കുറുമ്പികള് രണ്ടെണ്ണം. അതാണ് എൻ്റെ അളിയൻ. ഇവിടെ കൊലായിൽ ഇരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അവർ വരുന്നത്. താട്ടാ ഹായ്. എൻ്റെ ബ്രദറ്. ഇതൊരു യൂട്യൂബർ കേട്ടോ. നിന്റെ യൂട്യൂബിന്റെ ചാനലിന്റെ പേര് പറയും. എന്താ കേശവൻ. നോക്കട്ടെ കേശുകുട്ടീനെ. നോക്കട്ടെ. കേശു കേശു ഇവിടെ എന്താ എത്ര നാണോ. ഇത് ഉണ്ണിക്കട്ടെ. ഇത് അപ്പൂസ്. ഇത് സച്ചുട്ടെ. കഷ്ടപ്പെടുക കേട്ടോ ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മിനിമാര്. കാരണം ഈ ക്ലോത്ത് അങ്ങനത്തെയാണ്, ഇങ്ങനെ പരന്ന് കിടക്കും. അതില്ല കുറച്ച് ഫ്രണ്ടിക്കോ. ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് വന്നാട്ടോ. ഇതാണ് എൻ്റെ ചിക്കൻ. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇനി ഞങ്ങൾ രണ്ടാളുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് കാണാം. അപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 10 years ആയിട്ടോ. ഇപ്പോഴാണ് കല്യാണം കുറച്ച് അടുത്ത വർഷമാണ്. ചെക്കൻ്റെ വീട്ടിലേക്കുള്ള പോക്കും അതേപോലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കാരണന്മാർ വരുന്നതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വിഷുവിന് ഡ്രസ്സ് തരുന്ന വിഷുക്കോടി. ഇവർ കാത്തിക്കുന്ന എന്തിനാ പറയുക, ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോവാട്ടോ. വെറുതെ ഇങ്ങനെ നടക്കാച്ചു. വീട്ടിലിപ്പം ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കാം. ഹായ്. അത് ഇടുക്കിയിൽ അത് രണ്ടെണ്ണം ഇരിക്കുന്നു. എല്ലാരും കേറിക്കോളൂ. കേറിക്കോ പറഞ്ഞോ. കേറേ. ഇതിന്റെ ഇവിടെ എന്താ അവസ്ഥ? ഡിക്കിയിലാണ്. എന്റെ മടിയിലൊരാള്, ഡിക്കിയില് രണ്ടാൾക്കാര്. എന്ത് പെട്ടെന്ന് ഫോൺ നമുക്ക് ഡിക്കിയുടെ ഉള്ളിൽ ഓടല്ലേ കുട്ടാ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊരു സ്ഥലം കണ്ടെത്തി. എല്ലായിടത്തും ഇങ്ങനെ തന്നെ കേട്ടോ, പാടം പച്ചപ്പ്. ഓക്കെ
ഗൈസ് ഉണ്ണിക്കുട്ടനും അപ്പൂസും പോയിട്ടോ. ചാവി ഉണ്ണീൻ്റെ അടുത്ത് ഞങ്ങളിവിടെ പോസ്റ്റായി. ഞങ്ങൾ ഇനി ഒരു വന്നിട്ട് വേണം. ചാവിയിട്ട് വന്നു ഗൈസ്. ഇനി ഞങ്ങൾ പോട്ടെ. ബൈ. കേറിക്കോ എല്ലാവരും. ഇനി ഡിക്കിയിലാരും കയറണ്ട. ഒരു വളക്കട്ടെ. ബൈ ബൈ. പടക്കം മേടിക്കാൻ പോവാ ഒരു ചെക്കനെന്താ ഓവർലോഡ് എന്ത് ഓവർലോഡ്? എല്ലാരും കഴിക്കാം കേട്ടോ. ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു. ഇവര് കഴിക്കാം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കിടക്കാം. ഹായ്. കാരണന്മാര് തണലത്ത് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക. അവരെല്ലാരും പരിപാടിക്ക് തയ്യാറായില്ലേ? എന്താ പറയല്ലേ? ചെറിയമ്മ ഇവിടുന്ന് അങ്ങനെ കഴിക്കുന്നു. ഹായ്. ഇപ്പൊ ഒരു പടക്കം പൊട്ടിക്കാൻ ഇവിടെയുള്ള പടക്കം കാണിച്ചെടുക്കും. പടക്കം മേടിച്ചു. ഇതൊന്നും ഇത് തുറക്ക്. ഇതെന്താ പാപ്പ? കുണ്ട്. ആചാര വീട്. ആചാര വീട്. പടക്കം പൊട്ടിക്കാൻ നിക്കാട്ടോ. എപ്പോഴാ കത്താറി. അജയ് ഓടിക്കോ. അജയ്ക്ക് പേടിയോ? കത്തുന്ന അറിയില്ല. കണ്ടിട്ട് അജയ പല്ലു പോവും. അജയ് പാപ്പന്റെ കയ്യിൽ ഒരു ഗുണ്ടാട്ടോ. പേടിയാണ്. ഞാൻ പോയി പൊളിക്കും. പാപ്പ ഗുഡ് പൊട്ടിക്കാട്ടോ. ഓടിക്കോ. ഗൈസ് ഇതാണ് ചെക്കൻ വീട്ടുകാർ കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ. എല്ലാവരും ഇതിന് ചുറ്റും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടൊന്ന് വരൂ കേട്ടോ. ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ ചെക്കൻ വീട്ടുകാരെ കൂടെ വിഷുക്കോടി എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇതാണ് എൻ്റെ ചെക്കൻ. ഇത് ചിറ്റൂടെ അമ്മ, എൻ്റെ മാമിയാർ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഇനി ഷോപ്പിലെത്തിയിട്ട് കാണാം കേട്ടോ. മാമി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. മാമിന്ന് വിളിക്കുന്നത് ജിത്തു എൻ്റെ മുറച്ചെറുക്കനും കൂടിയാട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ അമ്മേനെ മാമിന്ന് വിളിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ? എനിക്ക് ബീച്ചാണ് എനിക്കിഷ്ടം. ജിത്തുവിന് ഇഷ്ടം ഏതാ? മൗണ്ടൻ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയട്ടോ. കസവ് കേന്ദ്രൻ്റെ അടുത്താട്ടോ IBIS. അത് അവിടെ കാണുന്നില്ലേ? അവിടെയാണ് ആൾ പഠിച്ചതെല്ലാം. അപ്പോൾ അത് കാണിച്ചു തരുമായിരുന്നേ. കസവ് കേന്ദ്ര പാർക്കിംഗ് ഉള്ളിലേക്കാ. കസവ് കേന്ദ്രയിലാട്ടോ നമ്മൾ കയറുന്നത്. എനിക്ക് എന്ത് ഡ്രസ്സ് എടുത്തരാൻ പോണേ? അങ്ങനെ ഡ്രസ്സ് കിട്ടിയിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ്. എനിക്ക് ഡ്രസ്സ് എടുത്തു. ഇനി മാമിക്ക് ഡ്രസ്സ് എടുക്കുകയാണ്.
മാമിക്കും ഡ്രസ്സ് എടുത്തിട്ടോ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. അത് കഴിഞ്ഞ് പിന്നെ ജിത്തുവിനും അച്ഛനും പിന്നെ ജിത്തുവിൻ്റെ ഏട്ടൻ്റെ വൈഫിനൊക്കെ ഡ്രസ്സ് എടുത്തു കേട്ടോ. എന്തൊക്കെ വാങ്ങിച്ചോ കാണിക്ക്. നല്ല ഭംഗിയുണ്ട്. ഗൈസ് ബ്ലോക്കാണ് ഫുൾ. സിഗ്നലിലാണ് നിൽക്കുന്നല്ലേ. ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേക്ക് വിശന്നൊരു കഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഐസ്ക്രീം കഴിച്ചിരിക്കുക വെച്ചു. ഭയങ്കര ലാഗാട്ടോ ഫുഡിന്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്ന. എല്ലാവരും ഫോണെടുത്ത് കളിക്കലായി. ഫൈനലി വന്നു. ഫുഡ് കുറച്ച് ലേറ്റ് ആയാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയടുത്ത് അറേബ്യൻ പാലസ് പൊക്കി മാമി ചെടി. ഇത് കിട്ടുമ്പോൾ വീട്ടിൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ പർച്ചേസിങ് ഡേ. ഏത് ഒരു കൃഷ്ണനെ വാങ്ങിച്ചു ഞങ്ങൾ. മുഖം അതാ കിടക്കട്ടുണ്ടോ. അതാ കിടക്കുകയാണ് കൃഷ്ണൻ. ഇനി നമുക്ക് തിരിച്ചു വരാം. എന്തൊക്കെ ഡ്രസ്സാണ് വാങ്ങിയെന്ന് നോക്കാം. അങ്ങനെ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് കാണാൻ വന്നിരിക്കട്ടെ എല്ലാവരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറക്കാം. ഇത് പിടിക്കാരെങ്കിലും ആദ്യം ബുക്കിലേക്ക് കുറച്ചല്ലോ. എത്ര ഇഞ്ചാണ്? ഇത് മാല മാല പിടിച്ചോ. ഇപ്പഴാ ശരിയാ. ഇത് തുറക്കണ്ട. ഇത് പാരീസ്. അത് ഞാൻ ആലോചിക്കുന്നു. സെറ്റായി. എന്താ ഫസ്റ്റ്
എനിക്കൊരു സാധനം കാണിച്ചത് അയ്യോ ഭക്ഷണം എടുത്തതാണ് തിരിച്ച് നമ്മളവിടെ ആ ഭാഗം ഏരിയേ ഇന്നലെ നമുക്ക് കണിതൊക്കെ കൊണ്ടുവരാൻ അത് അമ്മ മക്കളെ അതെ അമ്മമാരിപ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഐസ്ക്രീമാ വേണ്ട എടി ഞാൻ ചിരിച്ചില്ല പാപ്പ ഒന്ന് മുട്ടായി കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നേ ഹായ് മുട്ടായി ഹായ് മുട്ടായി എവിടെ അതുണ്ട് കൊടുത്തു അവിടെ നോക്ക് അവിടെ പടക്കം പൊട്ടിക്കില്ല ദേവി പോയിട്ടോ ഞാൻ മുന്നിലേക്ക് ഇങ്ങനെ പോയതല്ലേ പിന്നെ തിരിച്ചില്ല കളറൊക്കെ മാറാം നീ വേറെ സെക്കൻഡ് കോമ്പലപ്പടക്കം പൊട്ടിക്കാൻ ഈ ചായ വേണ്ട അവിടെ പോയിട്ടുണ്ട് ബേബി ചേച്ചി ചേച്ചിയാ അച്ഛനടുത്ത് തന്നെ ജാവി
നിങ്ങളെവിടെയോ കണ്ടുപരിച്ചുള്ള മുഖം. ഒരേ കളറാ വിളിച്ചാൽ അതല്ല അത് ചോദിക്കുന്നു. കല്യാണത്തിനോ? ഒരു കൊല്ലുണ്ട്. 28-ാം തീയതിയാണോ? ആ 28-ാം തീയതി മറന്നുണ്ടാ ചൊവ്വാഴ്ച. ശരി. ഓടി പോന്നാണ്. അവരെല്ലാം പോയതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരായി ഇങ്ങനെ പോവുകയുണ്ടായത്. കാരണം കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഞങ്ങളിങ്ങനെ കൂടുന്നത്. അത് നല്ല രസമായിരിക്കും. മമ്മ താറ്റ ഉണ്ടാവും മമ്മ. ആ എല്ലാരും പിള്ളേര് ജാന്തേനോട് എല്ലാരും മമ്മ ടാറ്റ. മമ്മ ഉമ്മ ബൈ. അന്റെ പിറന്നാളെന്നാ? 28. അന്ന് തന്നെയല്ലേ? അന്ന് തന്നെയാണ് പാപ്പന്റെ പിറന്നാള്. ഗൈസ് എല്ലാവരും പോവായിട്ടോ. മാങ്ങ പറിക്കാൻ നിൽക്കുക ഗൈസ്. മാങ്ങ പറിച്ചു തരുമോ? ആ പറിച്ചു തരാം. എനിക്ക് എത്തൂല. ആരെങ്കിലും 2 മാങ്ങ പറിച്ചു കൊടുക്കും. കണ്ണി. ആ ഒന്നും കൂടി ചിന്നുട്ടി ഒരു മാങ്ങ കൂടി പറിച്ചോ.
അൺലിമിറ്റഡ് ആണല്ലോ എല്ലായിടത്തും വാങ്ങാൻ പറയാ. അതാ പാപ്പനതാ. കഞ്ഞിവെള്ളോ കാട്ടുകൂടിയാ പോണേ. ഉണ്ണി മകന് കണ്ണി പൊട്ടണ്ടട്ടാ. ഉണ്ണി ഉണ്ണി പേരുണ്ട്. ഉണ്ണിക്കുട്ടേ ടാറ്റ ടാറ്റ. അടുത്ത വെക്കേഷനിൽ കാണാം. 2 ആഴ്ചൻ്റെ ഉള്ളിൽ വരും. ടാറ്റ മേമിയെ എനിക്ക് ടാറ്റ തരും. ചെനച്ചതാ എല്ലാരും പോവാണ്. ടാറ്റ അമ്മേ. അതാ അമ്മ ബൈ ബൈ. ചിന്നുട്ടി റോഡ് വരെ ആക്കി കൊടുക്കട്ടെ കേട്ടോ. ഇവരൊക്കെ പോവാ. ആരുമില്ല. അമ്മ ഞാനും പോവാ. ടാറ്റ. അക്കു നേരത്തെ പോയി. ഞാനോ? ഞാൻ ഈ വേഷത്തിൽ വരണോ? എന്റെ ചെരുപ്പ് ഇത്ര ആൾക്കാർ ഓട്ടോലോ? ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞങ്ങൾ നടന്നു വരാം. ചെരുപ്പ് മാറ്റണം. നല്ല നാട് പോര് അഖിലേഷടെ. എന്നാ പിന്നെ ഗൈസ് ഞങ്ങൾ ഓട്ടോസ്റ്റേന്റെ ഡിക്കിയിലാണ്. ഡിക്കിയില് ഒരു വളത് മാങ്ങ ഇങ്ങനെ കഴിക്കില്ല. ഞാൻ ചോദിച്ചിനി. മോശാണ് ഇവിടെ പോകുന്നില്ല. അയ്യോ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പായി പോയി. എവിടേക്ക് ട്രിപ്പ് അടിക്കണം? മേമിന്റെ വീട്ടിക്കാ. പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? ചെറിയ ഹായ് ഹായ്. വിട ചേച്ചി. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനുള്ളത് ഈ ഒരു യാത്ര? കാലൊക്കെ പുറത്തേക്ക് ഞാൻ അകത്താ വെച്ച്. അയ്യോ അയ്യോ. മേ ഇവിടുത്തെ റോഡൊക്കെ മോശ. കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാക്കിയല്ലേ? ഉണ്ണിയൊക്കെ പണ്ട് ഞാൻ കളിച്ചില്ലേ? ഒന്നിനപ്പുറത്ത് ഒന്നിനപ്പുറത്ത് എത്തിക്കോളി വേണമെങ്കിൽ. ഇവിടെ കേറിക്കോളൂ. ആ അവിടെ മുന്നിലിരിക്കട്ടോ. പാപ്പന്റെ അടുത്തിരിക്ക ഡ്രൈവർ. അവിടെ നോട്ടെ ഞാൻ അവിടെ ചെന്നിട്ട് സെറ്റ്. ഗായ്സ് അങ്ങനെ നമ്മളുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ബൈ.
പരിപാടി കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അടക്കം പൊട്ടിക്കാൻ കുളപ്പുറത്തുനിന്ന് വന്നതാട്ടോ. ഏതാ സാധനോ? വിഷയം സാധനമാണ്. കെട്ടിയിട്ട് പൊട്ടിക്കണ സാധനമാണ്. ഇതിമൊക്കെ കൊടുത്താണ്ട് പോയ്യാ. അത് ശീലം പെട്ടെന്ന് കയറും. മറ്റേ തിരിയാണ്. ഈ ക്യാമറ ഇവിടെ കെട്ടിയിട്ടാലോ? ക്യാമറ ഇവിടെ കെട്ടിയിട്ടാലോ? വെച്ചോ വെച്ചോ മാറത്താളേ തട്ടി വെക്കും ചിലപ്പോ. വിഷുവിന് എല്ലാവരോടുള്ള ഒരു മെസ്സേജ്. പടക്കം പൊട്ടിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്തിലിരിക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു പരിക്ക് പറ്റും എന്നുള്ളത്. നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയാണ് നിന്നത്, എന്നിട്ട് പോലും തെറിച്ച് വന്നതായിരുന്നു. നല്ല പെയിനായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂത്തിരിയാണ് കത്തിച്ചത്. എല്ലാവർക്കും കുറച്ച് സങ്കടമായിപ്പോയി. കാരണം എല്ലാവരും നല്ല ഹാപ്പിയായി വന്നതായിരുന്നു എന്നെ കാണാനും പടക്കമൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ ഇങ്ങനെ പറ്റി. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു. കണ്ടു ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഹാപ്പി വിഷു. എന്തായാലും നമുക്കിനി കണി കൂടി കണ്ടിട്ട് പോവാം. ഓക്കെ, ഹാപ്പി വിഷു. ബൈ.